കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മുടെ വാടക വീട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറാണ് കേട്ടോ, നാളെ മാറാണ്. അപ്പോൾ ഞാൻ തലേദിവസം ഒരു വീഡിയോ എടുക്കാൻ വെച്ചു. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. ഞങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 8 മാസമായിട്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴൊന്നും ഇതേപോലെ ആയിരുന്നില്ല കേട്ടോ വഴി. ഞാനൊരു കുറേ പ്രാവശ്യം നമ്മൾ പുല്ല് ചെത്തി പിന്നെ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് ഇത് കൂടെ നടന്ന് വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് വഴി ഇത്രയും നീറ്റായിട്ടുള്ളത്. പിന്നെ നമുക്ക് മുറ്റം കാണാം കേട്ടോ. വേണ്ട, ഞാൻ എന്നും പുല്ല് പറിച്ചിട്ട് മുറ്റമൊക്കെ അടിപൊളിയാക്കി ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് വാടക വീട് കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ മുറ്റം. ആ സമയത്ത് വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പുല്ല് പറിച്ചൊക്കെയാണ് ഇതിങ്ങനെ നല്ല നീറ്റാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ നിറയെ ഈ വീട്ടിൽ താമസിച്ച ആളുകൾക്ക് ചെടിയോട് ഒരു ഇഷ്ടം കൂടുതലായിരുന്നു. നിറയും പഴയ ചെടിച്ചട്ടിയും ഒക്കെ ആയിരുന്നു. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ആ ഭാഗത്താണ് കേട്ടോ പാമ്പിനെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പറിക്കാനൊക്കെ പേടിയാണ്. എന്നാലും നമ്മൾ താമസിക്കുന്ന വീടല്ലേ എന്ന് വെച്ചിട്ട് പുല്ല് പറിച്ചിടും. പിന്നെ ഈ വാഴ അതൊന്നും നമ്മുടെ അല്ല കേട്ടോ, അത് ഓണർ നടണതാണ് കേട്ടോ. ബാക്കിലോട്ട് കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ട്. അത് അവിടെ ഓണറുടെ കൃഷിയും അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത് നമുക്കിതൊക്കെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. നാളെ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറാണ്. അതും വാടക വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് മാറാണ്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സൈഡ് കാണിച്ചു തരാം. ഇതാണ് സൈഡ്. പിന്നെ ഇത് നമ്മളിവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം കൊതു വരുന്നുണ്ട് ഉണ്ണികളുടെ അടുത്തേക്ക്, കൊതു വരാണ്ടിരിക്കാൻ നെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 8 മാസം താമസിച്ച കാരണം ചെറുതായിട്ട് പെയിൻ്റൊക്കെ മുഷിച്ചിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും മുഷിച്ചിൽ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു വിഷമമായി, ബുദ്ധിമുട്ടായി. കാരണം ഒരു 8 മാസം താമസിച്ചപ്പോഴേക്കും നമ്മുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പം അതും പൈസ ചിലവാണ്. ഇവിടെയും ഞാൻ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാളല്ല, സിറ്റ് ഔട്ട് എന്ന് പറയും. അപ്പോൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ എല്ലാ ദിവസവും ഇത്ര നാളും 8 മാസം വിളക്ക് വെച്ചായിരുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ നമുക്കൊരു പിന്നെ ഈ നിറയെ ആണിയുണ്ട് കേട്ടോ ചുമരുമ്പോൾ. അതൊന്നും നമ്മൾ അടിച്ചതല്ല, നമ്മൾ വരുമ്പോഴേ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മാറാമ്പലി ഒന്നും ഇല്ല കേട്ടോ. ഫാനൊക്കെ നമ്മൾ എല്ലാ ദിവസമല്ല ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ തുടയ്ക്കണതാണ്. കാരണം ഉണ്ണികൾക്ക് ഇവിടെ നല്ല ചൂടുണ്ട്, അപ്പോൾ കാറ്റ് കിട്ടാൻ വേണ്ടി തുടയ്ക്കണതാണ്. കണ്ട ഇവിടെയും ഇതേപോലെ അടിഭാഗത്താണ് പിള്ളേർക്ക് കൈയെത്തണ ഭാഗത്തൊക്കെ പെയിൻറ്റ് കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ. അതെല്ലാ റൂമിലും അങ്ങനെ തന്നെ. പിന്നെ ഇതാണ് ഞങ്ങൾ കിടന്നായിരുന്ന ബെഡ്റൂം കേട്ടോ. കട്ടിലൊക്കെ കൊണ്ടുപോയി. കണ്ട അതെന്തോരം തുടച്ചാലും ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ രാവിലെ അടിച്ചു വരെ തുടച്ചതാണ് കേട്ടോ. എല്ലാ ദിവസവും തുടയ്ക്കുന്നതാണ്. കണ്ട ഇവിടെ ബെഡ് ഇട്ട സ്ഥലത്തായാലും ഇവിടെ കുറച്ച് മോശമായി കിടക്കുന്നുണ്ട്. അത് ഉണ്ണിയോളം ഓരോ പൊട്ടും അതൊക്കെ കൊണ്ടുവച്ചിട്ടേ ഈ താഴ്ഭാഗമൊക്കെ കുറച്ച് മോശമാണ്. പക്ഷെ ഇത് ഫാനായാലും നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടുന്നതാണ്. മുകളിലൊന്നും മാറാമ്പലൊന്നും ഇല്ല കേട്ടോ. ഇത് ഷെൽഫാണ്. ഷെൽഫൊക്കെ ക്ലീനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാള്. ഇവിടെയാണ് നമ്മൾ TV ഒക്കെ വെച്ചായിരുന്നത്. ഇപ്പം ഇത് നാളെ നമുക്ക് രാവിലെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ബാഗിൽ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതും ഇവിടെ നമ്മൾ ഫാനും കുഴപ്പമൊന്നുമില്ല, മാറാമ്പലിയൊന്നുമില്ല. ഇത് നമ്മുടെ കേബിളിൻ്റെ കാര്യങ്ങളാണ്. അത് നാളെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാണ് അമ്മയും അനിയത്തിയും യൂസ് ചെയ്തായിരുന്ന റൂം. ഇവിടെയും അങ്ങനെ കണ്ട താഴെ ഉണ്ണികൾക്ക് കയ്യെത്തുന്ന ഭാഗത്ത് പെയിൻറ്റ് മോശമായി കിടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മുകളിലായാലും ഫാനൊന്നും കുഴപ്പമില്ല, ബൾബ് കുഴപ്പമില്ല. ബൾബൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറണതാണ് കേട്ടോ. ഫീസാവുമ്പോൾ ഇതിപ്പോൾ പുതിയ ബൾബ് ഇന്ന് വാങ്ങിയിട്ടുള്ളൂ, ഫീസായി പോയിട്ട്. നമ്മുടെ ഷെൽഫ് നോക്കാം. ഷെൽഫിലൊന്നും കറിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ എങ്ങനെയാണ് വീട് തന്നത് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. പിന്നെ എനിക്ക് ഈ വീട്ടിലൊട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലം നമ്മുടെ അടുക്കളയാണ്. ഇതെങ്ങനെ വൃത്തിയാക്കിയാലും ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുക്കളയിലായാലും ഇവിടെയൊക്കെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഈ പൈപ്പ് നമ്മൾ വന്ന പിന്നെ വെച്ചതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ നിന്ന് നേരിട്ട് കുടിവെള്ളം എടുക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഈ നമ്മൾ വരുമ്പോൾ ഈ പൈപ്പ് വളരെ മോശമായിട്ടുള്ളൊരു പഴയ ചെളി പിടിച്ച പൊട്ടാറായ പൈപ്പായിരുന്നു. അത് മാറ്റി നല്ല പൈപ്പ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെളിയൊന്നുമല്ല കേട്ടോ, ഇത് നമുക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റോർ റൂം ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ വീണ് അഴുക്കായിട്ടുണ്ട്. നമ്മളെന്തായാലും പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ബാക്കിലുള്ള വർക്ക് ഏരിയയാണ്. ഇതാ അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതെ കണ്ടില്ലേ, വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വാഷിംഗ് മെഷീനുള്ള സൗകര്യമൊക്കെ വന്നിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം പൈസയായി, പക്ഷെ നമുക്കറിയില്ല 8 മാസം കൊണ്ട് ഇവിടുന്ന് പോകേണ്ട വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വന്നിട്ട് വീട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ വീട് കണ്ടിട്ട് കുറച്ച് പെയിൻറ്റ് മുഷിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ബാക്കിലോട്ടായാലും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ, വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വാടക വീട് എടുക്കണത്. അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടിയ പോലെ തന്നെ മാക്സിമം തിരിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നതല്ല കേട്ടോ, നമ്മൾ നമ്മുടെ വീട് എങ്ങനെയാണോ കൊണ്ടുപോയത് അതുപോലെ തന്നെയാണ് നമ്മൾ 8 മാസം വീട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ കുറേ നാളായില്ലേ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വാടക വീട് തിരിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാടക വീട് എടുക്കുമ്പോഴുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും നല്ല കമൻറ്റ് ഇടുന്ന ഒരാൾക്ക്, നമുക്ക് മനസ്സ് തട്ടുന്ന ഒരു കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മളെന്തായാലും നാളെ തന്നെ 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.